ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഈ ഒരൊറ്റ വചനം മതി, വലിയ സൗഖ്യം കിട്ടും. കാരണം ആശുപത്രിയൊക്കെ എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ കിടന്ന കേസുകൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചതും വന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചതും ഫോണിൽ കൂടെ വിളിച്ച് കരഞ്ഞു പറഞ്ഞതുമായ സംഭവങ്ങൾക്കൊക്കെ ദൈവവചനത്തിന് നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ ഒന്നും ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പ്രെയർ ഈസ് ഒമിനിപൊട്ടൻ്റ് എന്ന് പറയുന്നത് പോലെ ദൈവവചനത്തിൻ്റെ ആ തുളച്ചിറങ്ങുന്ന ശക്തി, അല്ലെങ്കിൽ വിവേചിച്ചറിയുന്ന ശക്തി, സൗഖ്യം നൽകുന്ന ശക്തി കടന്നു വന്ന് അത്ഭുതം പ്രവർത്തിച്ചത് നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്ത നിരവധി രോഗികളുടെ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ അവസ്ഥകളിലൊക്കെ ദർശിച്ച അനേകം അനുഭവങ്ങൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ 6:63 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്ന്. യോഹന്നാൻ 15:3 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. രോഗശാന്തിക്കാരൻ്റെ വചനം പറയുന്ന ആളുടെയോ പ്രത്യേക കഴിവോ മിടുക്കോ ശക്തി ഒന്നുമല്ലെന്ന് എടുത്തു പറഞ്ഞോട്ടെ. ദൈവവചനത്തിൻ്റെ ശക്തി, അതായത് ഈസിക്കൽ ടു കർത്താവായ യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ ആ നേരിട്ടുള്ള ശക്തിയാണ് ഈ ശുശ്രൂഷകളിൽ വചനത്തിലെല്ലാം പ്രവർത്തിക്കുന്നത്. ഇതിന് നമുക്ക് ദൈവവചനത്തിൽ ആഴത്തിലുള്ള വിശ്വാസം വേണം. ഇതുപോലെ ഒരു കുട്ടിക്ക് വേണ്ടി അമ്മാമ്മയും അപ്പനും അമ്മയും എല്ലാം പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയിലാണ് ഓർക്കണം. എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല, അപൂർവ രോഗമാണ്. പക്ഷേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ നിമിഷം മുതൽ പോയും പ്രാർത്ഥിച്ചു. കാരണം ഡോക്ടർമാർ പറഞ്ഞു ഇനി വേറൊന്നും ചെയ്യാനില്ല. അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെട്ട് പേരുവെട്ടി തിരിച്ചു വന്ന് സാക്ഷ്യപ്പെടുത്തി. കൊച്ചിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രാർത്ഥനക്കാരെ പച്ചത്തെറി വിളിക്കുന്ന അക്രൈസ്തവനായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അറിവില്ലായ്മയാണ്. കാരണം അവരുടെ ബന്ധത്തിൽപ്പെട്ടവർ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതിന് പ്രാർത്ഥനക്കാരനെയും കൂട്ടി, എന്നെയൊക്കെ കൂട്ടി, ഇനി പറയാത്ത തെറി ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിലാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് അവരോട് പറയുന്ന ഇതാണ്, തെറിയും കൂടി കൂട്ടി, വേദന വന്നിട്ട് മാറാതെ വിഷമിക്കുന്ന, കിടന്ന് പെടയുന്ന അവസ്ഥ, മരുന്നുകൾ കൊടുത്തിട്ടും വേദന കുറയുന്നില്ല. അപ്പോൾ അങ്ങനെ വിഷമിച്ച ഒരു പ്രത്യേക രോഗാവസ്ഥ, ആ കാര്യങ്ങളൊന്നും ഇതിൽ ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ കിടന്ന് പറഞ്ഞു, പല്ല് കടിച്ചിട്ട് പറഞ്ഞു, പേരും ഈ വിളിച്ച ആളുടെ പേരും വിളിപ്പിച്ച ആളുടെ പേരും ഞാൻ പറയുന്നില്ല, ആർക്കും ഒരു മുറിവ് ഉണ്ടാക്കണ്ടല്ല. പല്ല് കടിച്ച് അവരെ കണ്ടപ്പോൾ പറഞ്ഞു, പോയി നിന്റെ പ്രാർത്ഥനക്കാരനും വിളിച്ചോണ്ട് വാണം എന്നും പറഞ്ഞിട്ട് കിടന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കോഴിക്കുഞ്ഞിനെ പോലെ, മുയലിനെ പോലെ ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ ഒരു തെറിയില്ല, ഒരു ബഹളം ഇല്ല. ഇതാ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നമ്മളെയൊക്കെ ഒത്തിരി തെറി ഇൻഡയറക്റ്റായിട്ട് അവരാ പറഞ്ഞിട്ടുള്ളതും അവരെ നാണം കെടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നതിനൊക്കെ അവമാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് കൈകൾ വെച്ച് കുരിശടയാളം വരച്ച് കയ്യിലിരിക്കുന്ന കുരിശ് യേശുവിൻ്റെ നാമത്തിൽ നെറ്റിമേൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വന്നു. ദിവസങ്ങളായിട്ട് ആശുപത്രിയിൽ കിടന്ന, വേദന തിന്ന് കിടന്നിരുന്ന ആ രോഗിക്ക് അത്ഭുതകരമായിട്ട് രോഗശമനം ഉണ്ടാകുകയും അന്ന് രാത്രി നല്ല സുഖമായിട്ട് ഉറക്കം കിട്ടിയപ്പോൾ തന്നെ ചെകുത്താനൊക്കെ വിട്ടുപോയി. അപ്പോൾ പറഞ്ഞു, എടാ നിന്റെ പ്രാർത്ഥനക്കാരനെ ഒന്നും കൂടി വിളിക്കടാ എന്ന് പറഞ്ഞു. വീണ്ടും പോയി പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനക്കാരനോടൊന്നും വീട്ടിലോട്ടൊന്നും വന്ന് പ്രാർത്ഥിക്കാൻ പറയടാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലും പോയി പ്രാർത്ഥിച്ച്. അപ്പോൾ നമ്മുടെ ഈ ഭജന ഇതിൽ വരുന്ന വിശപ്പിൻ്റെ വിളി ഭക്ഷണ വിതരണ ശുശ്രൂഷയുണ്ട്. അപ്പോൾ പറഞ്ഞു, എനിക്ക് അതിനു വേണ്ടി, അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എൻ്റെ പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, അതിന് വേണ്ടിയൊന്നും ഇല്ല, ഞാനങ്ങനെ പ്രാർത്ഥിച്ചു, നിർബന്ധമാണ്, വാശിയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ്
അതിന് ഞാൻ ഒരാൾക്ക് അരി എന്ന് പറഞ്ഞ്, ഇതൊന്നും തരാനോ കൊടുക്കാനോ ഒന്നും വേണ്ടിയല്ല ഇത് പറയുന്നത് എന്നും പറഞ്ഞിട്ട് എല്ലാ കടവും തീരുമാറ് എല്ലാത്തിനെയും തെറിയും ചീത്തയും പറയുന്ന ആള്. കാരണം നമ്മൾ തെരുവിൽ അലഞ്ഞു നടക്കുന്നവർക്കൊക്കെ ഭക്ഷണ വിതരണം ചെയ്യുന്ന വിശപ്പിൻ്റെ വെളി എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. അതോടൊപ്പം തന്നെ ശുശ്രൂഷ ദിവസങ്ങളിൽ വചന ശുശ്രൂഷ ഉള്ളപ്പോൾ സാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹവിരുന്ന്, ചിലപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണങ്ങളാകാം. വചനം കേൾക്കാൻ വരുന്നവരെ വെറുതെ വചനം മാത്രം കൊടുത്തു വിടുകയല്ല, പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണ അനുസരിച്ച് കഴിവിനനുസരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നിർബന്ധിത വിരിവൊന്നും ആരിൽ നിന്നൊന്നും എടുക്കുന്നില്ല. അങ്ങനെ അപ്പോൾ വിശപ്പിൻ്റെ വെളിയിൽ നിന്ന് പറഞ്ഞാൽ വഴിയിലൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആർക്കും വേണ്ട, ആരും നോക്കാനില്ലാത്ത, അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, എന്ത് കൊടുത്താലും മതിയാകില്ല. അപ്പോൾ അവർക്ക് ഭക്ഷണപ്പൊതികളൊക്കെ സാധിക്കുന്ന രീതിയോടെയിട്ട് ഞങ്ങൾ തയ്യാർ ചെയ്ത് ഇപ്പോൾ 4 വർഷത്തിലധികമായിട്ട് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥ. അതുപോലെ തന്നെ ആ പറഞ്ഞ വ്യക്തിയുടെ മകൻ വിദേശത്ത് പോയിട്ട് ഒരു എഴുത്തുമില്ല, ഫോൺ വിളിയില്ല, 4-5 വർഷമായി അങ്ങനെ കിടന്ന ഈ പ്രാർത്ഥിച്ച് അതും ഒരു വേദനയാണ്. സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് പറയും. ടെസ്റ്റൊക്കെ ചെയ്തിട്ടും പരിശോധിച്ചിട്ടും കണ്ടും പിടിക്കുന്നില്ല, വേദനയും മാറുന്നില്ല, രോഗശമനം ഇല്ല. ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ 4-5 വർഷമായി ആളുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത തരത്തിലുള്ള അവസ്ഥ. ഫോൺ വന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആള് നാട്ടിലേക്ക് വരാനിടയായി. പ്രാർത്ഥനയുടെ ശക്തി നോക്കിയ രോഗശാന്തി മാത്രമല്ല, വിശ്വാസിയായി തീർന്നെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ, അങ്ങനെയുള്ള ചില വേദനകളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഗൾഫിൽ പോയിട്ട് ഇല്ലേന്നറിയില്ല, ഫോൺ വിളിക്കണില്ല, ലെറ്റർ ഇല്ല, ഒരു അസന്ദിഗ്ധ അവസ്ഥ. ഭാര്യയൊക്കെ ഉണ്ട്, കല്യാണം കഴിച്ച്. അപ്പോൾ ഒരു മരിച്ച വീട് പോലെ കടന്നിരുന്ന അവസ്ഥയാണ്. അവിടെ എല്ലാം ഒരു അനക്കമുണ്ടായി. അപ്പോൾ ഈ ഒരൊറ്റ വചനം മതി, അത്ഭുതങ്ങൾ നടക്കും. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വലിയ കാര്യമൊന്നും അന്വേഷിച്ച് കിടക്കണ്ട. ഈ ചെറുത് തന്നെ വലുതാണ്. ഒരു വലിയ വീടിന് അതിൻ്റെ പ്രധാന ഇതിൽ ഒരു താക്കോലുണ്ടാവും. അല്ലാതെ വലിയൊരു താക്കോലൊന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ആ താക്കോലിട്ട് തുറക്കുമ്പോൾ ആ ആ പൂട്ട് തുറയുന്നത് പോലെ തന്നെ ദൈവവചനം പറഞ്ഞ് കരഞ്ഞ് വിശ്വാസത്തോടെ, നിരാശപ്പെട്ടല്ല കേട്ടോ, രോഗിയോ രോഗിയുടെ പ്രിയപ്പെട്ടവരോ, ഇനി രോഗീനെ നോക്കിയവരോ, രോഗിക്ക് അവിടെ വല്ലയിടത്തും കിടന്നാൽ മതി. ബഹുമാനപ്പെട്ട മാത്യു നായിക്കൻ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. രോഗിയല്ല, രോഗീനെ നോക്കി കഷ്ടപ്പെടുന്ന ആരാണോ അവർ വന്ന് വചനം കേൾക്കാൻ വേണ്ടി പറഞ്ഞു. അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ കിടക്കുന്ന രോഗി സൗഖ്യം പ്രാപിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ശുശ്രൂഷയിൽ. അപ്പോൾ ആരാണ് കഷ്ടപ്പെടുന്നത്, ആ കഷ്ടപ്പാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തരുന്നത് ഈ ഒരൊറ്റ വചനം. അതിനുവേണ്ടി ഇത്രയും കാര്യം പറഞ്ഞത്. ഗർഭിണിക്ക് പിന്നെ ചുറ്റിക്കിടക്കുന്നു, കൊച്ച് തിരിച്ചു വന്നില്ല എന്നൊക്കെ തിരിഞ്ഞു വന്നില്ല, സിസേറിയൻ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് അവരുടെ ഏറ്റവും അടുത്ത വ്യക്തി വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർമാരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരിഞ്ഞു വരെയും സുഖപ്രസവം ഒക്കെ നടന്ന അവസ്ഥകൾ, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വചനത്തിൻ്റെ ശക്തിയാലാണ് ലാസ്റ്റ് സ്റ്റേജിൽ തിരിച്ചു വരും. കറങ്ങി വന്ന അവസ്ഥകൾ, കൊച്ചിന് വളർച്ചയില്ല തൂക്കമില്ലെന്ന് പറഞ്ഞ അവസ്ഥ, കൊച്ചിപ്പോൾ സ്കൂളിൽ പഠിക്കണം, വളർച്ചയില്ല തൂക്കമില്ല കിട്ടൂല എന്നൊക്കെ പറഞ്ഞ അവസ്ഥകൾ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഒത്തിരി സംഭവങ്ങളുണ്ട്. സങ്കീർത്തനം 103 2, 3 വചനങ്ങളാണ്. ഈ ഒറ്റ വചനം പ്രാർത്ഥിച്ചാൽ മതി, മഹാത്ഭുതം നടക്കും. കാരണം ഇതിൽ പറയുന്ന ഇതാണ്, സങ്കീർത്തനം 103 2, 3, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. കർത്താവാണ് നമ്മുടെ ഉടമസ്ഥൻ. ഒരു വണ്ടി ഉണ്ടാക്കിയതിന് അതിൻ്റെ ഒരു നെട്ടും ബോൾട്ടും ലൂസായ, അല്ലെങ്കിൽ നെട്ടും ബോൾട്ടും ഉണ്ടാക്കാൻ വല്ല പ്രയാസമുണ്ട്. ഇത് മാത്രം വിശ്വസിച്ചാൽ മതി. കർത്താവ് ജാതിയും മതവും വർണ്ണവും ലിംഗവും ഒന്നും നോക്കത്തില്ല. കാരണം നമ്മുടെ സ്രഷ്ടാവാണ്, നീതി സൂര്യനാണ്. അവിടെ നിന്ന് ദുഷ്ടൻ്റെ ശിഷ്ടൻ്റെ മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും എല്ലാം ചെയ്യുന്ന, അതായത് അവന് വേണ്ട ഇവന് വേണ്ട, ഇവന് മഴ കൊടുക്കണ്ട ഇവന് വെളിച്ചം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കത്തില്ല. ദുഷ്ടൻ്റെ ശിഷ്ടൻ്റെ മേൽ ഒരേപോലെ ഇതെല്ലാം ഈ ഭൗമികമായ നന്മകൾ കിട്ടുന്നത് പോലെ തന്നെ ദൈവത്തിന് നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? കർത്താവിനെ വാഴ്ത്തുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന എന്ന് പറയും. അതായത് നമ്മൾ ഒരാൾക്ക് നന്ദി പറയുന്നത് എപ്പോഴാണ്? ഒരു കാര്യം നമുക്ക് ചെയ്തിട്ടുണ്ട്, താങ്ക് യു സാർ എന്ന് പറയും, താങ്ക് യു ബ്രദർ എന്ന് പറയും, അല്ലേ? അപ്പോൾ നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയതായിട്ട് കണ്ട് പ്രാർത്ഥിക്കണം.
അതായത് കിട്ടിയതിൻ്റെ അടയാളമാണ്. മാറാത്തത് മാറുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക. അത്ഭുതം നടന്നിരിക്കും. വയറൊക്കെ വന്ന് വീർത്ത് എന്താണെന്നും പറഞ്ഞിട്ട് മഹോദരമാണെന്നൊക്കെ പറഞ്ഞ് പേടിച്ച വയറൊക്കെ താഴ്ന്ന് ഒതുങ്ങിപ്പോയ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടും ഭയങ്കര രോഗമാണ്. അതുപോലെ നെഞ്ചിൽ എന്തോ കയറ്റി വെച്ചേക്കണം, തലയിൽ എന്തോ തറച്ചു വെച്ചേക്കണം എന്നും പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ നിന്നും പറഞ്ഞ് വചനം പറഞ്ഞ് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചപ്പോൾ തലയിൽ തറച്ചു വെച്ചതും നെഞ്ചിൽ തറഞ്ഞിരിക്കുന്നതും ഒക്കെ എങ്ങാട് പോയെന്ന് അറിയില്ല ബ്രദറേ. ഉറക്കം കിട്ടി. ഒരു പെന്തക്കോസ്ത പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ച സെയിം സംഭവം ഓർക്കുക. എറണാകുളത്ത് ഒരു ആശുപത്രി ഇങ്ങനെ മാറി അപ്പോൾ ഉറക്കം കിട്ടുന്നില്ല. അവിടെ വെച്ച് ആരോ പരിചയപ്പെട്ടപ്പോഴാണ് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ നമ്പർ കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, വളരെ എളിമയോടെ പറഞ്ഞ ഒരു പെന്തക്കോസ്ത പാസ്റ്ററാണ്, എൻ്റെ കീഴിൽ ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷേ എനിക്ക് ഉറക്കമില്ല ബ്രദറെ, തലതല്ലി ചാകാനുള്ള അത്ര ഇനി ചെയ്യാത്ത പ്രാർത്ഥിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നേരിട്ട് വന്ന് അദ്ദേഹത്തിന് വേണ്ടി കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥന ബ്രദർ പറഞ്ഞിരുന്നു പ്രാർത്ഥിച്ച് ഇന്ന രീതിയിലൊക്കെ സമർപ്പിച്ച് തിരത്തും കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചപ്പോൾ പൊളിച്ച് മാറ്റുന്നവർ വലിച്ച് പത്തനംതിട്ടയിൽ നിന്ന് മറ്റോ വന്നതാ. അത് കഴിഞ്ഞിട്ട് പിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, ബ്രദറേ വിട്ടുപോയട്ടാ എന്നും പറഞ്ഞിട്ട്. പ്രൈസലോ. യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ച് രോഗികളെ സുഖപ്പെടുത്തി. മത്തായി 8:16-17 മറന്നു പോരുത്. അപ്പോൾ ഡെലിവറൻസ് ഉണ്ടാകും. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബന്ധനങ്ങൾ വിട്ടുപോകും. യാക്കോബ് 4:7 പറയുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കും, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. പിശാചിനെ വിട്ടതെന്ന് പോയിക്കൊള്ളു, അവൻ നിങ്ങളെ വിട്ടകന്ന് പൊയ്ക്കൊള്ളും. അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനം 103:2-3 കർത്താവിനെ എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവ് എന്ത് ചെയ്യണം? എൻ്റെ ഉടമസ്ഥനായ ആ ദൈവത്തെ വാഴ്ത്തണം. നമുക്ക് നന്ദിയല്ലാതെ ഒന്നും പറയാനില്ല. നമ്മുടെ വല്ലതും എടുക്കാൻ കഴിവാണ്. എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകത്തില്ല. എത്ര വലിയ ആളായാലും. വാ മോനെ പോരി, മോനെ ജോസഫേ, ക്ലീറ്റസേ, മേരി, ജോർജെ, മോളെ ഗ്രേസി, അല്ല കർത്താവേ കുറച്ച് കാര്യം കൂടെ ഉണ്ട്, പിള്ളേരുടെ കല്യാണം, ജോലി, വിസ, ഇപ്പം വരാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ? ഇപ്പോൾ വിളിച്ചാൽ ഇപ്പം പോലെ. ഇന്നലെ എന്നെ ഒരാൾ പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെ 39 വയസ്സ് എന്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞ കൊച്ചു പെൺകുട്ടി മരിച്ചെന്നും പറഞ്ഞിട്ട് പറഞ്ഞു. അതിന് പ്രായവും കാലവും ഒന്നുമില്ല. ഇന്ന് എന്നെ കാണാനായിട്ട് വന്നൊരു സഹോദരി പറഞ്ഞതാണ്, അവരുടെ സ്വന്തം സഹോദരിയും 2 മക്കളും കൂടെ സ്കൂട്ടറിന് പോകുമ്പോൾ ഒരു നിസാൻ ലോറി വന്ന് ഇടിച്ചിട്ട്, ബ്രദർ പേപ്പറിലൊക്കെ വായിച്ചതല്ലേ, കുറച്ച് നാളുള്ള സംഭവമാണ്. ഒറ്റയടിക്ക് 3 പേരും ഓൺ ദ സ്പോട്ടിൽ മരിച്ച കഥ. അപ്പം ഞാൻ കഥകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭർത്താവ് ഇപ്പോൾ വേറെ കല്യാണമൊക്കെ കഴിച്ച് അവരങ്ങനെ ജീവിക്കുന്നതാണ്. ഇപ്പോൾ വിളിച്ചാൽ ഇപ്പോൾ പോകണം, ഏത് രൂപത്തിലും വരാം. മരണം കള്ളനെ പോലെ വരും. ആരെയും പഠിപ്പിക്കാൻ വേണ്ടി അല്ലട്ടാ പറഞ്ഞത്, അനുഭവങ്ങളൊന്നും ഷെയർ ചെയ്തതാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒന്നും നമ്മുടെ മിടുക്കോ ഈ ശബ്ദമൊക്കെ കഴിഞ്ഞ ദിവസം ആരോ വിളിച്ചിട്ട് പറഞ്ഞ്, ഇപ്പോൾ ആ അപകടം കഴിഞ്ഞ പിന്നെ സൗണ്ട് ഇല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ തൊണ്ടക്ക് കുഴലൊക്കെ ഇറക്കി, ഇപ്പോൾ ഒച്ചയില്ല, ശബ്ദമില്ല, വെറുതെ കാറ്റ് മാത്രം, ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം ശബ്ദമായാലും ഈ കാഴ്ചയായാലും ഈ കൈവൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നില്ല. ഇത് പൊക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നതെന്ന് അറിയാമോ? പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ട് ഒരു ചേച്ചി കണ്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ കൈ താഴ്ത്തുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇനി പൊക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാലേ താഴ്ത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ആശുപത്രി പോയപ്പോൾ എല്ലാം നിസ്സഹായാവസ്ഥ പറഞ്ഞ കേസുകളാണ്. അതെല്ലാം ഇങ്ങനെയുള്ള കർത്താവ് സൗഖ്യം തരും. അപ്പോൾ ഇതെല്ലാം ഈ ജോയിൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് കിടന്ന ഉറക്കം വരുന്നത്. ഒരു സഹോദരി ഒരിക്കൽ പറഞ്ഞ ഇതാണ്, മലമൂത്ര വിസർജനം ചെയ്യാൻ സാധിക്കുന്നില്ല ദിവസങ്ങളായി എന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത്. നമുക്ക് നിമിഷ നേരം കൊണ്ട് എല്ലാ ദിവസവും ദൈവം ശുദ്ധി വരുത്താൻ കൃപ തരുമ്പോൾ അതിന് തടസ്സമുള്ള എത്രയോ ആൾക്കാർ മരുന്നുകൾ കഴിച്ചിട്ട് പോലും ആശുപത്രിയിൽ പോയി പൊട്ടിച്ച് കളഞ്ഞു എന്നും പറഞ്ഞിട്ട്, വിസർജ്യങ്ങൾ പൊട്ടിച്ച് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് നല്ല സുഖമായിട്ട് ഇതെല്ലാം പോകുമ്പോൾ, അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുമ്പോൾ, യാത്ര പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കുമ്പോൾ, അവരുടെ അടുത്ത് ജീവിക്കാൻ സാധിക്കുമ്പോൾ, അപ്പോഴും നെഗറ്റീവ് മാത്രം എടുക്കുകയാണ് പലരും. കുറ്റവും കുറവും വിഷമവും നിരാശയും തുടങ്ങിയ കാലം മുതൽ തൃപ്തിയില്ല. അതുകൊണ്ട് ഇതൊക്കെ നിർത്തിക്കൊണ്ട് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയി, കിട്ടാത്തതിന് പരാതി പറച്ചിൽ നിർത്തി പ്രാർത്ഥിക്കുക.
താഴ്മയോടെ ദൈവത്തിന് സമർപ്പിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കും. നമ്മൾ തന്നെ ഉടമസ്ഥം അവകാശം എടുക്കല്ല. കിട്ടാത്തതിന് പ്രാഗിയും വഴക്കും കുറ്റം പറച്ചിലും നിർത്തിയിട്ട് കിട്ടിയതിന് തുരുതുരാം രാവും പകലും വളവിലും തിരിവിലും എല്ലാം ദൈവമേ നന്ദി, യേശുവേ നന്ദി, ഓരോ നിമിഷം നിങ്ങളുടെ മുഖം തന്നെ നല്ല പ്രസന്നമാകും. നല്ല ഹോളിനെസ്, നല്ല പ്യൂരിറ്റി നമുക്ക് കിട്ടും. നല്ല തിളക്കം കിട്ടും. നമ്മളെ കാണുന്നവർക്ക് തന്നെ ഒരു സന്തോഷമുണ്ടോ? അല്ലെങ്കിൽ നമ്മളും പരിഞ്ഞുരുകി പോകുന്നിടത്തും കൂടെയുള്ളവർക്കും എല്ലാം ടെൻഷൻ, എപ്പോഴും രോഗം 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 രോഗം. അങ്ങനെ ഒരു ജീവിതം, നരകിച്ച ജീവിതം ജീവിക്കാനാണ്. അതുകൊണ്ട് കർത്താവ് രോഗികളുടെ നാഥനും ദിവ്യ ഔഷധവുമാണ്. അപ്പോൾ അവിടെ നിന്ന് നൽകിയ അനുഗ്രഹമൊന്നും നടക്കരുത്. ഇങ്ങനെ ഒരു പാട്ടിൽ കേട്ടിട്ടുള്ളതാണ്, പരാതി പറയാൻ വളരെ കുറച്ച് കാര്യങ്ങൾ, പക്ഷേ നന്ദി പറയാൻ 1000-10,000 അനുഗ്രഹങ്ങളാണ്. ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയുടെ പരിസരത്തൂടെ പോകുമ്പോൾ ഞാൻ എന്തൊരു തിരക്ക്, പാർക്കിംഗ് എല്ലാം ഫുള്ള്. അടുത്തുള്ള പറമ്പും കൂടെ അവർ പാർക്കിങ്ങിന് വേണ്ടി വിടും. അവിടുത്തെ അപ്പോൾ സ്റ്റാഫ് എന്നോട് പറഞ്ഞതാണ്, ബ്രദറെ ഡെങ്കു ഫീവർ വന്നിട്ട് 4 ദിവസം മുമ്പ് ബുക്ക് ചെയ്ത് വെച്ചിട്ടാണ് വാർഡിൽ പോലും അഡ്മിഷൻ കിട്ടിയെന്നും പറഞ്ഞിട്ട്. അതാണ് അവസ്ഥ. അപ്പോൾ എത്രയോ പേര് ആശുപത്രികൾ കയറി ഇറങ്ങുന്നു, കൈയൊഴിയുന്നു. ദൈവം നമ്മളെ കൈവെള്ളയിൽ വെച്ച് നോക്കുന്നില്ലേ? കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരമ്മ വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പരാതി പറയാൻ 2 മക്കളില്ലേ, 25 കൊല്ലമൊക്കെ 30 കൊല്ലമൊക്കെ ആയിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാത്തവരുടെ സങ്കടം എന്തോരം പേര് പ്രാർത്ഥിക്കാൻ വിളിക്കാൻ വരികയും ചെയ്യുന്നുണ്ടെന്ന്. വഴക്ക് പറയാൻ, പരാതി പറയാൻ 2 ഇല്ലേ? അതിനോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. അതിന് പകരം പോരായ്മകൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നിന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. ദൈവമേ കർത്താവേ സോറി, കർത്താവേ കരുണയായിരിക്കണമേ, മാപ്പാകണമേ, തെറ്റുപറ്റിപ്പോയി എന്നൊന്ന് പറഞ്ഞാൽ അവർ കാരണം ഇവർ കാരണം എന്നല്ല. അത് ന്യായീകരണമാണ്, അത് അഹങ്കാരമാണ്, അത് തർക്കമാണ്. ഉള്ള വൃത്തികേട് മുഴുവൻ ചെയ്യുകയും ചെയ്യും. കുഴപ്പം മുഴുവൻ മറ്റുള്ളവർക്ക്, അമ്മായിയമ്മ കാരണം, ഭർത്താവ് കാരണം, ഇങ്ങനത്തെ കുടുംബത്തിൽ ജനിച്ചത് കാരണം, അല്ലെങ്കിൽ സാറ് കാരണം, ടീച്ചർ കാരണം എന്നൊക്കെ പറയും. അപ്പോൾ ആ പരിപാടിയൊക്കെ നിർത്തണം. അത് ദൈവദൂഷണമാണ്. ദൈവമേ തെറ്റ് പറ്റിപ്പോയി. എൻ്റെ അടുത്ത് ഒരു വ്യക്തി കേസിൽ കുടുങ്ങി, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ഒന്നല്ല അതുപോലെ പല സംഭവങ്ങളുണ്ട്. ഒരു കാര്യം ഓർക്കുകയാണ്, അപ്പോൾ എന്നെ കുടുക്കിയതാണ്, ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇതിൽ ഒപ്പിട്ടത് ആരാണ്? നിങ്ങളാണ്. അതെ, ഇത് ആരുടെ ഉത്തരവാദിത്വം? നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ചെയ്യിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യം ശ്രദ്ധയോടും വിവേകത്തോടും കൂടെ ചെയ്തില്ല. എന്നിട്ട് അവർ കാരണം, ഇവർ കാരണം, അവർക്കൊന്നും കുഴപ്പം വന്നില്ല, എനിക്ക് കുഴപ്പം വന്നു, എന്നെ ചതിച്ചു എന്നും പറഞ്ഞ് എൻ്റെ ജോലി സസ്പെൻഷനല്ല. ഞാൻ പറഞ്ഞു, യേശുവിനോട് പറയാൻ പറഞ്ഞു, യേശുവെ തെറ്റുപറ്റിപ്പോയി, എൻ്റെ കുറ്റമാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ വിവേകം കാണിച്ചില്ല, ഇത്രയും നാൾ ഞാൻ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലായിടും നടന്നു, എൻ്റെ കുരുക്ക് മുറുകിപ്പോയി. കർത്താവെ ഞാൻ എൻ്റെ തെറ്റ് അംഗീകരിക്കുന്നു, എന്നോട് ക്ഷമിക്കണേ. അതുപോലെ ആ കേസിൽ നിന്ന് അത്ഭുതകരമായ അദ്ദേഹം പിന്നീട് തീർപ്പായി രക്ഷപ്പെട്ടു. ഇതുപോലെ ഭർത്താവിനെ, ഭാര്യയെ, ഭർത്താവിൻ്റെ വീട്ടുകാരെ, ഭാര്യയുടെ വീട്ടുകാരെ, അയൽവാസിനെ കുറ്റം പറച്ചിൽ നിർത്തിയിട്ട് ഒരു തെങ്ങിൻ്റെ കാര്യത്തിന് നടന്ന അത്ഭുതം ഓർക്കണേ. കോടതി കേസ് വിളിക്കാറായപ്പോഴേക്കും നാണം കെട്ടുപോയി. തെങ്ങ് ഇങ്ങനെ ഇപ്പുറത്തെ പറമ്പിൽ നിന്നിട്ട് ഇവരുടെ കോമ്പൗണ്ടിലോട്ട് തേങ്ങയും മടലും എല്ലാം വീണിരുന്ന ആ കേസ് നടന്നിരുന്ന തെങ്ങ് ഇങ്ങനെ ഈ വീട്ടിലെ ഭയങ്കര ഭക്തയായ ചേച്ചി കൊന്ത ചൊല്ലി അനുഗ്രഹിച്ച് തെങ്ങിനെയും ആ വീട്ടുകാരെ എസെക്കിയേൽ 28-24 അയൽവാസികളുണ്ട് പ്രാർത്ഥിച്ച്. ഇവിടെ അടുത്താണ്, പ്രാർത്ഥിക്കാൻ വന്നൊരു കേസാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്ക്. അപ്പോൾ കോർപ്പറേഷനിൽ പേപ്പർ കൊടുക്കുന്നു, കോടതിയിൽ പോകുന്നു, കമ്മീഷനെ കൊണ്ടുവരുന്നു, അതുകൊണ്ടുവരുന്നു, ഇതുകൊണ്ടുവരുന്നു, അളക്കുന്നു, നോക്കുന്നു, പിടിക്കുന്നു പരിപാടി. അവസാനം ഈ തെങ്ങ് ഏത് തെങ്ങിൻ്റെ കാര്യത്തിലാണ് കേസ് പറഞ്ഞതെന്ന് ഒരു കമ്പി വെച്ച് വലിച്ചു കെട്ടിയില്ല. ചിലർ ഒരുപാട് പൈസ കൊണ്ട് പറിച്ചു മാറ്റും, അല്ലെങ്കിൽ വെട്ടിക്കളയും, കമ്പി വെച്ച് വലിച്ചു കെട്ടും. ഒന്നിനും നിന്നില്ല. തെങ്ങ് ഇങ്ങനെ നിവർന്ന് അതിൻ്റെ വഴിക്ക് പോയി. ജീവനുള്ളതാണതേ. മനുഷ്യനേക്കാൾ നന്നായിട്ട് സൃഷ്ടാവിനെ അനുസരിക്കും. ഏത് തെങ്ങിൻ്റെ കാര്യമാണ് കേസ് നടന്നതെന്ന് അവസാനം 2 കൂട്ടർക്കും നാണം കെട്ടുപോയി. അതുപോലെ പശുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മകനച്ഛനാണ്. അപ്പോൾ പറഞ്ഞ് മകൻ അന്നേരം റോമിലാണ്. അപ്പോൾ പറഞ്ഞ് അപ്പം അവിടെ പോയി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. നമ്മൾ പണ്ട് മുതലേ പ്രാർത്ഥിക്കാനായിട്ട് പോകാറുണ്ടല്ലോ, അപ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. ഞാനിപ്പോൾ ഇവിടെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട കാര്യവും പ്രാർത്ഥിക്കേണ്ട രീതിയും പറഞ്ഞു കൊടുത്തു. ഇവിടെ നിന്ന് പോയിട്ട് പശുവിൻ്റെ തലയിൽ കൈവച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച്. ഡോക്ടർമാർ കൈയൊഴിഞ്ഞതാണ്,
രക്ഷയില്ലെന്ന് പറഞ്ഞ നല്ല പാൽ കൊടുക്കുന്ന വരുമാനമുള്ള പശു. അങ്ങനെ അദ്ദേഹം ഇനിയൊന്നും ചെയ്യാല്ല, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷെ ഉച്ചയുറക്കം കഴിഞ്ഞ് വരുമ്പോൾ പശു എഴുന്നേറ്റ് നിന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നു. വെച്ചു കൊടുത്ത വെള്ളം എല്ലാം കുടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് അത്ഭുതം നടക്കും, തുള്ളിച്ചാടും, പരിശുദ്ധാത്മാവ് നിറയും. അപ്പോൾ അനുഗ്രഹമൊന്നും അവിടെ നിന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവർ തന്നു ഇവർ തന്നല്ല, അവിടെ നിന്ന് നൽകിയ അനുഗ്രഹം. നമ്മൾ അനുഗ്രഹിക്കുന്ന ആരാ? മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും മക്കളുടെയും എല്ലാം അനുഗ്രഹം വേണം. അതിനും പുറമെ അതൊന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരനുഗ്രഹിക്കും? ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഈ ജീവിതം മുന്നോട്ട് പോകാൻ ആവശ്യമായതെല്ലാം നമ്മളെക്കാൾ നന്നായിട്ട് ദൈവത്തിന് അറിയാം. അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുന്നു. അതുകൊണ്ട് കിട്ടിയത് മറക്കരുത്. ഇങ്ങനെ പറയും, ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നും പറഞ്ഞിരിക്കാതെ ഈ ജീവൻ നിലനിൽക്കുന്നത്, ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ ദൈവം അനേക അവസരങ്ങളിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നതാണ്. കിട്ടിയതിനൊക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കും, രോഗങ്ങൾ സുഖപ്പെടും. വീണ്ടും വീണ്ടും താങ്ക്സ് ഗിവിങ്, അങ്ങനത്തെ ഒരു ശീലം നമ്മളിൽ മനുഷ്യരോടായാലും ദൈവത്തോടായാലും വളരാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരൊറ്റ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച വലിയ അത്ഭുത രോഗശാന്തികൾ സംഭവിച്ചിരിക്കും. കമൻസുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗമൊക്കെ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കുക. ഷെയർ ചെയ്ത് സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളിൽ പങ്കുകാരാകാം. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ദൈവം അനുവദിക്കുന്നത് പോലെ ചെയ്യുക. സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങളിൽ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.